നമസ്കാരം. മുൻ LDF കൺവീനറായിരുന്ന EP ജയരാജൻ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് EP ജയരാജൻ കേരളത്തിലെ RSSന്റെ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയും CPMന് അത് വളരെ ക്ഷീണം ചെയ്യുകയും ചെയ്തു. ഇതുപോലെ തന്നെയായിരുന്നു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് EP ജയരാജൻ തൻ്റെ ആത്മകഥയായ പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പുസ്തകത്തിൻ്റെ പല പേജുകളും പുറത്തുവിട്ടുകൊണ്ട് CPMനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്ന മട്ടിൽ ഒരു പ്രതികാര നടപടി എന്നോണം അത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നാണ് അക്കാലത്ത് വിമർശനം ഉയർന്നിരുന്നത്. എന്നാൽ അന്ന് അത് പാടെ തന്നെ EP ജയരാജൻ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പുസ്തകം പ്രകാശനത്തിൻ്റെ കാര്യം ആരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് എഴുതി കഴിഞ്ഞിട്ടില്ല. ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫിനെ ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പുസ്തകം എഴുതുന്നതിന് വേണ്ടി. അദ്ദേഹം അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമിയും DC അടക്കമുള്ള നിരവധി ആളുകൾ പ്രസിദ്ധീകരണത്തിന് വേണ്ടി പ്രസാധകന്മാർ എന്ന രീതിയിൽ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആരോടും ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് DC ബുക്സിൽ നിന്നും എൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആത്മകഥയുടെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില പേജുകൾ പുറത്തു വന്നത് എന്നാണ് അന്ന് EP ജയരാജൻ ചോദിച്ചത്. ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നവർക്കെതിരെ താൻ കേസ് കൊടുക്കും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് അന്ന് EP ജയരാജൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും EP ജയരാജൻ പല സന്ദർഭങ്ങളിലും വിവാദപരമായ പല പ്രസ്താവനകളും നടത്തുന്നത് പേരിൽ അന്ന് EP ജയരാജൻ പറഞ്ഞത് ആരും ചെവിക്കൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ EP ജയരാജൻ DC ബുക്സിന്റെ സീനിയർ ചീഫ് എഡിറ്റർക്ക് എതിരെ പരാതി നൽകിയിരിക്കുന്നു. തൻ്റെ ആത്മകഥ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി, അതുകൊണ്ട് തന്നെ അപകീർത്തിപ്പെടുത്തി തനിക്കും തൻ്റെ പാർട്ടിക്കിടയിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന ഒരു പരിപാടിയായിരുന്നു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ CPMനെ തകർക്കുന്നതിന് വേണ്ടി ആരുടെയൊക്കെ പ്രേരണ കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് EP ജയരാജൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നൽകിയിരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ ശ്രീകുമാറിനെതിരെ നോട്ടീസ് അയക്കുകയും കോട്ടയം പോലീസിൽ നിന്നും വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നു. ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്കകം തന്നെ കോട്ടയം പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകണം എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് DC ബുക്സിന്റെ സീനിയർ ചീഫ് എഡിറ്ററായ ശ്രീകുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. DC ബുക്സിന്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററായ AB ശ്രീകുമാർ തന്നെ മനഃപൂർവ്വം കരിവാരി തേക്കുന്നതിന് വേണ്ടി ആരുടെയോ പ്രേരണ നിമിത്തം ഇത്തരം തൻ്റെ പുസ്തകത്തിൻ്റെ പേജുകൾ പുറത്തു വിടുകയായിരുന്നു എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. താൻ എഴുതി കഴിയാത്തൊരു പുസ്തകം താൻ ഒരിക്കലും പ്രസാധനത്തിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങൾ താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയും തൻ്റെ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരുടെയോ പ്രേരണയ്ക്ക് അനുസൃതമായി തന്നെയാണ് DC ബുക്സിൻ്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററായ AB ശ്രീകുമാർ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് EP ജയരാജൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നൽകിയതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോട്ടയം പോലീസിനോട് ഈ കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെടുകയും അതേ തുടർന്ന് ഇപ്പോൾ AB ശ്രീകുമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നതും. എന്തായാലും തിങ്കളാഴ്ച ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാദം കേൾക്കുന്നു. അതിനോടകം തന്നെയാണ് ഇപ്പോൾ കോട്ടയം പോലീസിൽ നിന്നും ഈ കാര്യത്തിൽ വിശദീകരണം തേടിക്കൊണ്ട് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും അന്ന് EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. EP ജയരാജൻ്റെ അറിവോ സമ്മതമോ കൂടാതെ തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് EP ജയരാജൻ്റെ ആത്മകഥയുടെ പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മകഥ പ്രകാശനം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിളംബരം ചെയ്തുകൊണ്ട് തന്നെ EP ജയരാജൻ്റെ ആത്മകഥയുടെ പല ഭാഗങ്ങളും പുറത്തുവിട്ടുകൊണ്ട് DC ബുക്സ് വലിയൊരു ബോംബ് പൊട്ടിച്ചത്. ഇതിന് പുറകിൽ DC ബുക്സിൻ്റെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററായ AB ശ്രീകുമാർ തന്നെയാണ് എന്നുള്ള ഒരു കിംവദന്തി അന്നേ പരന്നിരുന്നു. EP ജയരാജൻ അന്നേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്തരം കാര്യങ്ങൾ എനിക്കെതിരെ ചെയ്തവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായി പോകും, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് EP പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. എന്തായാലും കട്ടൻ ചായയും പരിപ്പോടയും എന്ന് പറഞ്ഞ പുസ്തകം പുറത്തു വരുമ്പോൾ CPMന് തന്നെ അത് വലിയ തലവേദനയാകും. CPMൻ്റെ അകത്തുണ്ടായിരുന്ന പല അസ്വാരസ്യങ്ങളും തുറന്നു കാണിക്കുന്നത് തന്നെയായിരിക്കും ഈ പുസ്തകം എന്ന് തന്നെയാണ് ഇപ്പോൾ CPMനകത്ത് തന്നെ ചർച്ചയായിരിക്കുന്നത്. എന്തായാലും EP ജയരാജൻ്റെ കട്ടൻ ചായയും പരിപ്പോടയും പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നു. ഇനി ആ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിയുന്ന പുസ്തകമായി അറിയപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് പ്രസാധക രംഗത്തുള്ളവർ എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെടുന്നത്. എന്താണ് ഇനി ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നത്? AB ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തിങ്കളാഴ്ച വരെ കാത്തിരിക്കാം.